നമസ്തേ. സ്ത്രീകളെ ഏറെ കാത്തിരുന്ന, പ്രതീക്ഷ വെച്ചിരുന്ന ഒരു പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. മറ്റൊന്നുമല്ല, സൗജന്യ കെ-എസ്-ആർ-ടി-സി ബസ്സിൽ യാത്ര. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ചില കല്ലുകടികളൊക്കെ നിങ്ങൾക്ക് തോന്നിയോ? തോന്നിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ചില കല്ലുകടികൾ ചില സമയങ്ങളിലൊക്കെ അങ്ങ് തോന്നി. ഈ സംഭവം എന്ന് പറയുന്നത് വമ്പൻ ഹിറ്റാണ്. നമുക്കറിയാം, ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം സ്വീകാര്യത തോന്നിയ മറ്റേതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ, ഒരു പദ്ധതി ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. എന്തായാലും ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതിയ പദ്ധതി കൂടിയാണ് ഇത്. ഈ മോഡിഫിക്കേഷന്റെ കാര്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോഡിഫിക്കേഷൻ വാഹനങ്ങളിൽ വരുത്താമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫ്രീക്കന്മാര് മുഴുവനും വണ്ടികളിൽ ദിബ്ബയെല്ലാം ശരിയാക്കാൻ പറ്റും, സൈലൻസറൊക്കെ എടുത്ത് ചെളിയിലിട്ടുകൊണ്ട് കാണയിലിട്ടുകൊണ്ട് പൊട്ടിച്ച് പൊട്ടിച്ച് പോകാം എന്നൊക്കെ കരുതിയിരുന്നപ്പോ ദേ കിടക്കുന്ന ദീൻ തരികിടതും. സത്യമാണ്. പിന്നീട് ഇപ്പോ എല്ലാവരും ഫ്രീക്കന്മാരൊക്കെ പോയിട്ട് ഈ ഓടകളിൽ നിന്ന് ഈ സൈലൻസറൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. കാരണം എന്താണോ ഉണ്ടായിരുന്നത് അതിൽ ചില വ്യത്യാസങ്ങൾ, അല്ലെ? അതായത് സത്യത്തിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ ആഴ്ചയിൽ ഒരു വട്ടം ബസ് കഴുകാം, അല്ലെങ്കിൽ വണ്ടി കഴുകാം. പിന്നെ വേണമെങ്കിൽ അത് ആഴ്ചയിലെ എല്ലാ ദിവസവും ആകാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥം പോലെ ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അതിൽ ഒരു മാറ്റം കണ്ടത് ടൂറിസ്റ്റ് വണ്ടികളുടെ കാര്യത്തിലാണ് കേട്ടോ. അവർക്ക് നിറം മാറ്റമൊക്കെ നടത്താമെന്ന് പറഞ്ഞത് വലിയ താങ്ക്ഫുൾ ആയിട്ട് തോന്നുകയും ഒക്കെ ചെയ്തു. അപ്പൊ പറഞ്ഞു വന്നത്, ഈ പദ്ധതി പോലെയാണോ ഈ പദ്ധതി എന്നുള്ള ഒരു ശങ്ക അവിടെ നിൽക്കുന്നു. എനിക്ക് പറയുന്നത് തെറ്റാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞു തരിക. പ്രിയദർശിനി പദ്ധതി പ്രകാരം എല്ലാ വനിതകളും വളരെ കാത്തിരുന്നുകൊണ്ട് കെ-എസ്-ആർ-ടി-സി ബസ്സിലേക്ക് അങ്ങ് കയറുകയാണ്. കയറുന്ന സമയം എന്ന് പറയുന്നത് 9 മണിക്ക് ശേഷമാണ്. 9 മണിക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ എല്ലാവരും, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടിക്കറ്റ് എടുക്കേണ്ടി വരും. 9 മണിക്ക് ശേഷം മാത്രമാണ് ഇത് ലഭ്യമാകുക. ഇനി ഇത് അവസാനിക്കുന്ന സമയം എത്രയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പറയുന്ന മുറയ്ക്ക് നിങ്ങളോട് പറയാം. അപ്പോ ഈ 9 മണിക്ക് ശേഷം മാത്രം ഓഫീസിൽ പോകുന്നവരൊക്കെ പോയാൽ മതി എന്നാണോ? അതോ ഇനി ഈ പെണ്ണുങ്ങളെല്ലാവരും പോയിട്ട് ഓഫീസിലൊക്കെ പറയാം, സാർ 9 മണിക്ക് വന്നുകൊണ്ടിരുന്ന സ്ത്രീകളാണ്. അപ്പൊ അവര് പോയിട്ട്, സാർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാം. അപ്പൊ പിന്നെ ഞങ്ങളൊന്ന് 10 മണി വരെ ആക്കിക്കോട്ടെ. എന്തായാലും ഞങ്ങൾക്ക് ശമ്പളം കൂട്ടുന്നൊന്നുമില്ലല്ലോ. ഇതെങ്കിലും ഒന്ന് ഫ്രീ ആക്കി തന്നൂടെ സാർ എന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അതിന്റെ പേരിൽ ആരുടെയെങ്കിലും ഒക്കെ എന്ത് ജോലി പോയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ 9 മണിക്ക് ശേഷം മാത്രമാണ് ഫ്രീ ബസ് യാത്ര അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം കേട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീറോ വാല്യൂ ടിക്കറ്റ് എടുക്കണം എന്നുള്ളതാണ്. ശരിയാണ്, യാത്ര ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ്. ഈ സീറോ വാല്യൂ ടിക്കറ്റ് എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഒക്കെ പണി കിട്ടാനുള്ള സാധ്യതകൾ കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. എന്താണെന്നല്ലേ? അതെ, ഈ സീറോ വാല്യൂ ടിക്കറ്റ് നമ്മൾ പ്രിയദർശിനി പദ്ധതി പ്രകാരം കെ-എസ്-ആർ-ടി-സിയിൽ കയറുമ്പോൾ എടുത്തിട്ടില്ല. അതായത് ടിക്കറ്റ് ചോദിച്ചു വാങ്ങണം എന്നൊരു കുഞ്ഞു കുറുപ്പടി ഈ ടിക്കറ്റ് മേലെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആ സംഭവം നമ്മൾ ചെയ്യണം. നമ്മൾ ഫ്രീ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. കാരണം ചെക്കിങ്ങിന് ആള് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഫൈനുണ്ട്. 500 രൂപയാണ് ഫൈൻ. അപ്പൊ ഈ ടിക്കറ്റ് ഇല്ലാതെ അങ്ങ് കയറിപ്പോവാം. തിരക്കിന്റെ ഇടയിൽ എടുക്കാൻ മറന്നു. ഇതൊന്നും അവിടെ വിലപ്പോകില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ന്യായമാണോ എന്ന് ചോദിച്ചാൽ ന്യായമാണോ എന്ന് ഇപ്പൊ എനിക്ക് പറയേണ്ടി വന്നാൽ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഇതിനെ വിലയിരുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ 3125 ബസ്സുകളിലാണ് ഇപ്പോ ഈ സൗജന്യ യാത്രാ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ബസ്സുകളിലാണ് ഈ പറയുന്ന സൗജന്യ പദ്ധതി എന്നുള്ളത് അറിയാമോ? പറഞ്ഞു തരാം. ഒന്ന് ഓർഡിനറി ആണ്. 2 സിറ്റി ഓർഡിനറി ആണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, ഗ്രാമവണ്ടിയുണ്ട്, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഉണ്ട്, പോയിന്റ് ടു പോയിന്റ് ഉണ്ട്, ടൗൺ ടു ടൗൺ ഉണ്ട്. പക്ഷേ ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഒക്കെ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അത്ര ശുഭകരമായിട്ടുള്ളതല്ല.
കാരണം ഒട്ടുമിക്ക ബസ്സുകളിലും സിറ്റി ഫാസ്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ സംഭവത്തിലൊന്നും നമുക്ക് ഇത് കിട്ടില്ല. എന്താണ്? സൗജന്യ യാത്രയ്ക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന 7 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ പറയില്ലേ, തന്നോ എന്ന് ചോദിച്ചാൽ തന്നു. പക്ഷേ ഇതിലും ഭേദം അത് കിട്ടാതിരുന്നതായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ 9 മണിക്ക് ശേഷമാണ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫ്രീ ബസ് യാത്ര പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും എല്ലാ പെണ്ണുങ്ങളും വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കൂടും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് ചോറൊക്കെ എടുത്തുകൊണ്ട് ബാഗും തൂക്കി ഒരൊറ്റ ഓട്ടമാണ്. ആ ഓട്ടം എന്ന് പറയുന്നത് മിക്കവാറും 7:30 മണി സമയത്തോടു കൂടിയാണ്. 7:30 മണി മുതൽ നമ്മൾ പല ബസ് സ്റ്റോപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ത്രീകൾക്ക് നീണ്ട നിരയുണ്ടാവും. പലരും ആ സമയത്താണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു സ്ഥലത്തെത്തി ഓഫീസിലെത്തി ജോലി ചെയ്ത് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ 7:30 മണി വരെ കഴിഞ്ഞൊക്കെയുള്ള, അതിനു മുമ്പ് പോകുന്നവരുമുണ്ട് കേട്ടോ. അപ്പോ ഇത്ര ദൂരമൊക്കെ പോകേണ്ട, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഓഫീസിലെത്തേണ്ട, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എത്തേണ്ട സ്ത്രീകൾക്കൊന്നും ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ 9 മണിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം വളരെ കുറവ്, അല്ലെ? ആ തിരക്കിങ്ങനെ കുറഞ്ഞു വരുന്ന സമയമാണ്. പിന്നീട് അങ്ങോട്ടേക്കോ 1-2 ചാലുകളിലൊക്കെ കുറച്ച് തിരക്കുണ്ടെങ്കിലായി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന സ്ത്രീകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 0 പോയിന്റ് വാല്യൂ ടിക്കറ്റിന്റെ കാര്യമാണ്. ഈ ടിക്കറ്റ് ഇത്രയേറെ തിങ്ങി നിറഞ്ഞു പോകുന്ന ബസ്സുകളിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ഫൈൻ പോകാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിന്റെ തീരുമാനമാണ്. സർക്കാരിന്റെ തീരുമാനം അതേപടി തന്നെ നടക്കേണ്ടതുമാണ്. അപ്പൊ അതിൽ നിന്ന് സർക്കാർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാകാം. മേ ബി, ആയിരിക്കാം. പക്ഷേ ഇതിൽ ആർക്കാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ള വലിയൊരു ചോദ്യമില്ലേ? എന്നെ സ്ട്രൈക്ക് ചെയ്ത 2 കാര്യങ്ങൾ ഈ 0 വാല്യൂ ടിക്കറ്റും 9 മണിക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് ഫ്രീ എന്നുള്ളതുമാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഞാനും സന്തോഷിച്ചതാണ് സൗജന്യ KSRTC ബസ് യാത്ര എന്ന് പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം, ആ നഷ്ടം ആര് നികത്തും, എങ്ങനെ നികത്തും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാരണം ഇതിന്റെ എല്ലാം എന്തൊരു വസ്തു നമുക്ക് ഫ്രീ ബി കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് പറയുമ്പോൾ എല്ലാവരും പൊങ്കാല ഇടാൻ വരില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഫ്രീ ബീസ് ആണ് എല്ലായിടത്തും ഇലക്ഷനിൽ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധം. ഈ ഫ്രീ ബീസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമുക്കറിയാം, കടകളിൽ പോയിട്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ഒന്നിന് ഫ്രീ തരുന്നതിന്റെ കൂടി വാല്യൂ ചേർത്ത് വെച്ചിട്ട് മാത്രമേ ആ കടക്കാരൻ നമുക്ക് തരികയുള്ളൂ. അല്ലാതെ അവർക്ക് ലാഭമില്ലാത്ത ഒരു കാര്യത്തിന് ജനങ്ങളെ മുഴുവൻ സേവിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും കട നടത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ കട താഴിട്ട് പൂട്ടി പോകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റും ഫ്രീബീസ് ഒക്കെ നൽകുമ്പോൾ ഇത് പല രീതിയിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പണം തന്നെയാണ്, അല്ലെങ്കിൽ ഈടാക്കേണ്ടി വരും. നോക്കൂ, ബജറ്റ് വരാനിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടാകാം. പക്ഷേ ഞാൻ പറയുന്നത് അതിന്റെ ഒരു അനന്തരഫലം എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം കൂടി സംഭവിക്കാൻ ഇടയുണ്ട്. നമ്മളെല്ലാവർക്കും അങ്ങനെയാണ്. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ആഹാ, എത്ര മനോഹരമായ കാര്യങ്ങൾ! അവൻ നല്ലവനാണ്, നല്ലവനായ ഉണ്ണിയാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു രീതി. അപ്പോ ഈ ഫ്രീ ബീസ് തന്നിട്ട് പിന്നീട് നമുക്ക് പല സ്ലാബുകളിലൊക്കെ നികുതി വർധന വരുമ്പോൾ നമ്മൾ തന്നെ പറയും, എന്തൊരു സർക്കാരാണിത്! ഈ സർക്കാരിനെ ഇങ്ങനെയാണ്, മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കണോ? ഇതുവരെ സ്തുതി പാടുന്ന മാധ്യമങ്ങളൊക്കെ എവിടെയെന്ന് പറഞ്ഞിട്ട് സർക്കാർ ജനങ്ങളുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു, ജനജീവിതം ദുസ്സഹമാകുന്നു. മിക്കവാറും ആ വാക്കായിരിക്കും, ജനജീവിതം ദുസ്സഹമാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബ്രേക്കിംഗ് ഒക്കെ 2 ദിവസം പോകും. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് വരും. അല്ലാതെ ഈ പറയുന്നത് പോലെ
ഫ്രീ ബി എന്നുള്ളതിനേക്കാൾ നല്ലത് നമുക്കറിയാം എത്ര രൂപ വരെയാണ് ബസ് ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത കേട്ടോ, ഓട്ടോ റിക്ഷ ഡ്രൈവർമാര് സമരത്തിൽ പോവാണ്. അവർക്ക് മിനിമം ചാർജ് 50 രൂപയാക്കണമെന്നാണ് പറയുന്നത്. അതിന് അവര് പറയുന്ന ന്യായം എന്ന് പറയുന്നത് പെട്രോൾ വില വർധനയാണ്. മറ്റു രാജ്യങ്ങളിൽ ഇത് വർദ്ധിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചിട്ടില്ല എന്നിരിക്കെയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ശമ്പളത്തിന് ജോലിക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്ക് ആർക്കും ശമ്പളം പെട്രോൾ ഡീസൽ വർധനയെ തുടർന്ന് കൂട്ടാൻ പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ലാഭം എന്ന് പറയുന്നത് ഈ ബസ് ജീവനക്കാര്, ഓട്ടോറിക്ഷ ജീവനക്കാർക്കൊക്കെയാണ്. അവർക്ക് പെട്രോൾ ഡീസൽ വില വർധന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്യാസിന് വില കൂടിയാലൊക്കെ അവര് പടിപടിയായിട്ട് അവരുടെ തുക ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഈ പെട്രോൾ ഡീസൽ വില വർധന കഴിയുമ്പോൾ, കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വില, ഈ തുക എന്ന് പറയുന്നത് കുറയ്ക്കാനൊട്ട് ഇവര് തയ്യാറുമല്ല. നമ്മളൊട്ട് അത് ആവശ്യപ്പെടാനും പോകാറില്ല. സർക്കാരിനോട് പോലും നമ്മൾ ചോദിക്കാൻ പോകാറില്ല. കാരണം ജനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുമായിട്ട് പൊരുത്തപ്പെട്ട് യൂസ്ഡ് ആയി പോകും. അപ്പൊ നമ്മളത് വിട്ടുകളയും. ഈ പോകുന്ന ഓരോ തുകയും പെട്രോൾ ഹൈക്ക് ഉണ്ടായ സമയത്ത് കൂട്ടിയതാണെന്നും ഇത് കുറയ്ക്കുമ്പോൾ ഇത് കുറയ്ക്കാനുള്ള ടിക്കറ്റ് നിരക്കും ഓട്ടോ ചാർജും ഒക്കെ ടാക്സി ചാർജും ഒക്കെ കുറയ്ക്കാനുള്ള ഒരു മര്യാദ എന്ന് പറയുന്നത് ഇവർക്ക് ഉണ്ടാവണ്ടേ. അപ്പൊ കുറയുന്ന സമയത്ത് കുറയ്ക്കാനും കൂടുന്ന സമയത്ത് കൂട്ടുകയുമാണെങ്കിൽ അതിനൊരു നീതി ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊന്നും സംഭവിക്കാറില്ല. പൊതുവായിട്ട് സർക്കാരിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റ് നിരക്ക്, അല്ലെ, ബസ് ചാർജിന്റെ ഒക്കെ നിരക്ക് കുറച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് അത് ഗുണകരമാകുമായിരുന്നു. അല്ലാതെ ഫ്രീ ബി കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഇന്നതിലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാത്തുനിന്ന് ഉന്തും തിക്കും ഒക്കെ ആയി വലിയ ബഹളമായി വരാനുള്ള സാധ്യത. മറ്റൊന്ന് 9 മണിക്ക് ശേഷം വളരെ സുഖകരമായി ശ്വാസം നേരെ വിട്ടുകൊണ്ട് ചക്രശ്വാസം ഒന്നും വലിക്കാതെ ജോലിക്ക് പോകുന്ന വനിതകളുടെ എണ്ണം കുറവാണ്, താരതമ്യേന കുറവാണ്. അപ്പൊ ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമേ മുതൽ, അതല്ലേ, ഏതാണ്ട് ഒരു 7-7:30 മണി മുതൽ തന്നെ ലഭ്യമാക്കിയാൽ മാത്രമാണ് അതിന്റെ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെയൊക്കെ റൂട്ടിൽ ഓടുന്ന ബസ്സുകളിലെ തിരക്ക് ഏത് സമയം കേന്ദ്രീകരിച്ചാണ് എന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. പിന്നീടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ പോക്കാണ്. സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കും ഏതാണ്ട് ഈ സമയത്തേക്കൊക്കെ വരുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊന്ന് വിലയിരുത്തി നോക്കിയാലും ഇതിൽ പ്രത്യേകിച്ച് ഒരു ലാഭമോ ഒന്നും കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ ഈ സൗജന്യ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ബസ്സുകളിൽ നടപ്പാക്കുകയും പകുതി ബസ്സുകളൊക്കെ, ഒട്ടുമിക്ക ബസ്സുകളിലും മറ്റൊരു സിറ്റി ഫാസ്റ്റ് ബോർഡുകളൊക്കെ വെക്കുകയും ചെയ്തതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. സർക്കാരിന് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടാവാം. ആ കണക്കുകൂട്ടലുകളിലേക്കായിരിക്കാം പോയിരിക്കുന്നത്. നമ്മളാണെങ്കിൽ സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞപ്പോൾ മൂക്കും കുത്തി വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പദ്ധതി നടപ്പാക്കിയ ഒരു 100 ദിവസത്തെ നടത്തിപ്പിന് ശേഷം വിലയിരുത്തി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം 100 ദിവസം ഈ ബസ് ഇങ്ങനെ ഓടുമ്പോൾ എന്താകും സ്ഥിതി, എത്ര പേർക്ക് ഗുണകരമാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.